6ാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്ററായ ആംഗിൾസ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പാർട്ട് 4 ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. പേജ് നമ്പർ 18 ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻസ് ആണ്. അതിലേക്ക് നമുക്ക് പോകാം. മാർക്ക് ഈച്ച് ഓഫ് ദ ഫ്രാക്ഷൻസ് ബിലോ ആസ് പാർട്ട് ഓഫ് എ സർക്കിൾ ആൻഡ് കളർ ദ പിക്ചേഴ്സ്. വൃത്തങ്ങൾ വരച്ച് ചുവടെ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ അടയാളപ്പെടുത്തി നിറം കൊടുക്കുക. എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്? കുറച്ച് ഫ്രാക്ഷൻസ് തന്നിട്ടുണ്ട്, ഭിന്നങ്ങൾ തന്നിട്ടുണ്ട്. ഒരു വൃത്തത്തിൻ്റെ ചില വൃത്തങ്ങളുടെ ഭാഗങ്ങളായിട്ടുള്ള ഫ്രാക്ഷൻ തന്നിട്ടുണ്ട്. ആ ഫ്രാക്ഷൻസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ വൃത്തം വരച്ച് കളർ ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. ഒന്നാമത്തെ ഫ്രാക്ഷൻ 3/8 ആണ്. അപ്പോൾ ഇതുപയോഗിച്ച് നമുക്ക് വൃത്തം സർക്കിൾ വരയ്ക്കണമെങ്കിൽ ഇതിനെ നമുക്ക് ഡിഗ്രിയിലോട്ട് മാറ്റണം. ഈ ഭാഗത്തിനെ ഡിഗ്രിയിലോട്ട് മാറ്റാൻ എന്താ ചെയ്യുന്നത്? ഇൻറ്റു 360 ചെയ്യുക. 360 കൊണ്ട് ഇൻറ്റു ചെയ്യുക. അപ്പോൾ ഇത് ചെയ്യാൻ എങ്ങനെയാണ്? ഈ 3യെ 360 കൊണ്ട് ഇൻറ്റു ചെയ്തതിന് ശേഷം 8 വെച്ച് ഡിവൈഡ് ചെയ്യാം. അതിനേക്കാളും കുറച്ചുകൂടി എളുപ്പം എന്താണ്? 360യെ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 360 ഡിവൈഡഡ് ബൈ 8 4 പ്രാവശ്യം 32 മൈനസ് ചെയ്യുമ്പോൾ 4 5 8s are 40. അപ്പോൾ 368 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? 45. ഇവിടെ എന്തുണ്ട്? 3 അല്ലേ? അപ്പോൾ 3 ഇൻറ്റു ഇതിനെ ഡിവൈഡ് ചെയ്ത് കിട്ടിയ ആൻസർ നമുക്ക് 45 എന്ന് എഴുതാം. 3 ഇൻറ്റു 45 എത്രയാണ്? 45 ഇൻറ്റു 3. 45 ഇൻറ്റു 3 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 135 എന്ന് കിട്ടും. അപ്പോൾ ഇത് ഡിഗ്രിയിലേക്ക് മാറി 135 എന്നായി. ഇനി ഈ 135 നമുക്ക് എന്ത് ചെയ്യാം? സർക്കിളിൽ വരച്ച് വൃത്തത്തിനകത്ത് വരച്ച് ഈ ഡിഗ്രി നമുക്ക് അടയാളപ്പെടുത്താം. അതിനായിട്ട് നമുക്ക് ഒരു സർക്കിൾ ആദ്യം വരയ്ക്കുക. സർക്കിളിന് കറക്റ്റ് മെഷർമെൻ്റ് ഒന്നുമില്ല. അപ്പോൾ ഒരു സർക്കിൾ വരച്ചു. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇതിനകത്ത് 135 ഡിഗ്രി അടയാളപ്പെടുത്തണം അല്ലേ? അപ്പോൾ 135 ഡിഗ്രി അടയാളപ്പെടുത്താനായിട്ട് സ്കെയിൽ എടുത്തത് ആദ്യം നമുക്കൊരു റേഡിയസ് മാർക്ക് ചെയ്യാം. ഒരു റേഡിയസ് ഇങ്ങനെ മാർക്ക് ചെയ്ത് വയ്ക്കുക. ഇനി 135 മാർക്ക് ചെയ്യാനായിട്ട് പ്രൊട്രാക്ടർ എടുത്തതിന് ശേഷം പ്രൊട്രാക്ടറിൻ്റെ സെൻറ്റർ സർക്കിളിൻ്റെ സെൻറ്ററിലേക്ക് വെച്ചതിന് ശേഷം 0യിൽ നിന്ന് നോക്കുമ്പോൾ കൗണ്ട് ചെയ്ത് നോക്കുമ്പോൾ 135 130നും 140നും ഇടയിലായിട്ടാണ് 135 വരുന്നത്. അതിലേക്ക് നമുക്കൊരു മാർക്കിങ് കൊടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇവിടെ കിട്ടിയത് എന്താണ്? 135 അല്ലേ? കിട്ടിയത് എത്രയാണ്? 135. ഇനി ഇത് കളർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് സ്കൂളിൽ കളർ ചെയ്യണമെങ്കിൽ കളറൊക്കെ ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇങ്ങനെ കളർ ചെയ്യുക. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തത് എങ്ങനെയാണ്? ഈ ഫിഗർ തന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? പാർട്ട് കണ്ടുപിടിച്ചത് അല്ലേ? ഇപ്പോൾ എന്താ തിരിച്ചാ ചോദ്യം ചോദിച്ചിരിക്കുന്നത്? പാർട്ട് തന്നു, നമ്മൾ എന്ത് ചെയ്തു? ഫിഗർ വരച്ചു, ഡിഗ്രി അടയാളപ്പെടുത്തി അല്ലേ? മനസ്സിലായോ? രണ്ടാമത്തെ പാർട്ട് 2/5 ആണ്. അപ്പോൾ 2/5നെ 360 കൊണ്ട് ഇൻറ്റു ചെയ്യുക. 360 ഡിഗ്രി കൊണ്ട് ഇൻറ്റു ചെയ്യുക. എളുപ്പത്തിൽ 360 നമുക്ക് 5 വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കാം. 360/5 7 5s are 35. റിമൈൻഡർ 1 0 താഴ്ത്തി എഴുതുക. 2 5s are 10. അപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 360യും 5നെയും കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നത്? 72 അല്ലേ? ഇവിടെ ആരുണ്ട്? 2 മുകളിൽ 2 ഉണ്ട്. അപ്പോൾ 2 ഇൻറ്റു 72 2 ഇൻറ്റു 72 ചെയ്ത് നോക്കുമ്പോൾ എത്രയാണ് കിട്ടുന്നത്? 144 അല്ലേ? 144 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ നമുക്കിതൊരു സർക്കിളിൽ എന്ത് ചെയ്യാം? വരച്ച് അടയാളപ്പെടുത്താം. ഒരു ചെറിയ സർക്കിൾ വരയ്ക്കാം. ചെറുതോ വലുതോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഒരു സർക്കിൾ വരയ്ക്കുക. സർക്കിൾ വരച്ചതിന് ശേഷം എന്താ ചെയ്യേണ്ടത്? റേഡിയസ് അടയാളപ്പെടുത്തുക. സെൻറ്ററിൽ നിന്ന് സർക്കിളിലേക്ക് ഒരു ലൈൻ വരയ്ക്കുക. അതല്ലേ റേഡിയസ്? ദെൻ പ്രൊട്രാക്ടർ എടുക്കുക. നമുക്ക് കിട്ടിയ ഡിഗ്രി എത്രയാണ്? 144. ഇപ്പോൾ പ്രൊട്രാക്ടറിൻ്റെ കേന്ദ്രം സർക്കിളിൻ്റെ കേന്ദ്രവുമായി ചേർത്ത് വെച്ചതിന് ശേഷം വലതുവശത്തുള്ള 0യിൽ നിന്നും എണ്ണി നോക്കുക. 140 വരെ എത്തി. 141 42 43 44 എന്ത് ചെയ്യുക? കുത്തുകൊടുക്കുക. എന്നതിന് ശേഷം ആ പോയിൻറ്റും സെൻറ്ററുമായിട്ട് എന്ത് ചെയ്യുക? നമുക്ക് യോജിപ്പിക്കാം. അപ്പോൾ 2 പാർട്ടായിട്ട് കിട്ടി. അപ്പോൾ മുകളിലത്തെ പാർട്ടാണ് നമ്മുടെ എത്രയാണ്? 144 എന്ന് പറയുന്നത്. 144 ഡിഗ്രി. മൂന്നാമത് തന്നിരിക്കുന്ന ഫ്രാക്ഷൻ 4/9 ആണ്. 4/9 പാർട്ടാണ് നമുക്ക് സർക്കിളിലേക്ക് വരയ്ക്കേണ്ടത്. അപ്പോൾ ഇൻറ്റു 360 ചെയ്യുക. 360 ഡിവൈഡ് ബൈ 9 നോക്കുക. 360യെ 9 വെച്ച് ഭാഗിക്കുക. 4 9s are 36 0 അല്ലേ? അപ്പോൾ 36നെ 9 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടിയത്? 40. ഇവിടെ ആരുണ്ട്? 4 അല്ലേ? അപ്പോൾ 4 ഇൻറ്റു ഇതിനെ ഡിവൈഡ് ചെയ്തപ്പോൾ കിട്ടിയ 40 കൊണ്ട് ഇൻറ്റു ചെയ്യുക. 4 4s are 16. പിന്നെ ഒരു 0യും കൂടെ കൊടുക്കുക. അപ്പോൾ 160 ഡിഗ്രിയാണ് നമ്മൾ ഇനി സർക്കിളിൽ വരയ്ക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യുക? ഒരു സർക്കിൾ വരയ്ക്കുക. സർക്കിൾ വരച്ചു. ഇതിനെന്ത് ചെയ്യുക? റേഡിയസ് മാർക്ക് ചെയ്യുക അല്ലേ? റേഡിയസ് സെൻറ്ററിൽ നിന്നും സർക്കിളിലേക്ക് ഒരു പോയിൻ്റ് കൊടുത്ത് റേഡിയസ് മാർക്ക് ചെയ്യുക.
ദെൻ പ്രൊട്രാക്ടർ എടുത്ത് 160 ഡിഗ്രി സെൻറ്ററിൽ വെച്ചുകൊണ്ട് 160 ഇവിടെയാണ് 160 ചേർത്ത് വരയ്ക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയ ഈ പാർട്ട് ഇത് എത്ര ഡിഗ്രിയാണ്? 160 ഡിഗ്രി. 160 ഡിഗ്രി വരുന്ന പാർട്ട് എത്രയായിരിക്കും? 4/9 ആയിരിക്കും. ഓക്കെ, സർക്കിൾ വരച്ചിട്ട് ഇതുപോലെ കളറൊക്കെ ചെയ്ത് മനോഹരമാക്കുക. ഞാൻ വരച്ചിരിക്കുന്നത് അത്ര മനോഹരമൊന്നുമല്ല, പെട്ടെന്ന് ചെയ്തപ്പോൾ കളർ ചെയ്തതന്നേ ഉള്ളൂ. നിങ്ങൾ നന്നായി മനോഹരമായിട്ടൊക്കെ കളർ ചെയ്യുക. ഫോർത്ത് വൺ 5/12 ആണ്. എപ്പോഴും ചെയ്യുന്നത് പോലെ 5/12നെ 360 കൊണ്ട് ഇൻറ്റു ചെയ്യുക. 360 നമുക്ക് 12 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. 3 12 3 12 36 0. അപ്പോൾ ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് 30 എന്ന് കിട്ടി. 5 ഇൻറ്റു എന്ത് കൊടുക്കാം? 30. 5 ഇൻറ്റു 30 എത്രയാണ്? 150. 150 ആണ്. 5 ഇൻറ്റു 3 15 അല്ലേ? ഒരു 0 കൂടി കൊടുക്കുക. ഇനി നമുക്കിത് സർക്കിളിലേക്ക് വരയ്ക്കാം. ഒരു സർക്കിൾ അങ്ങ് വരയ്ക്കുക. സർക്കിൾ വരച്ചതിന് ശേഷം നമുക്ക് ഒരു റേഡിയസ് അടയാളപ്പെടുത്താം. ഒരു റേഡിയസ് അടയാളപ്പെടുത്തിയതിന് ശേഷം 150 ഡിഗ്രി നമുക്ക് മാർക്ക് ചെയ്യാം. സെൻറ്ററിൽ നിന്ന് 150ലേക്ക് എന്ത് ചെയ്യുക? കുത്തു കൊടുക്കുക. ദെൻ ആ പോയിന്റുകൾ തമ്മിൽ എന്ത് ചെയ്യുക? നമുക്ക് യോജിക്കാം. അഞ്ചാമത് തന്നിരിക്കുന്നത് 5/24 ആണ്. അപ്പോൾ 5/24നെ 360 കൊണ്ട് നമുക്ക് ഇൻറ്റു ചെയ്യാം. നേരത്തെ ചെയ്തതുപോലെ 360യെ 24 കൊണ്ട് ആദ്യം എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. 360 ഡിവൈഡഡ് ബൈ 24. അപ്പോൾ ഒരു 24 ഒരു പ്രാവശ്യമല്ലേ അടങ്ങത്തുള്ളൂ? 2 1 എത്ര 24 ആവും? 25 24 ആണ് 120. അപ്പോൾ 15 എന്ന് കിട്ടും. 360യെ 24 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 15. അപ്പോൾ 5 ഇൻറ്റു 15 എന്ന് എഴുതാം. 5 ഇൻറ്റു 15 എത്രയാണ്? 75 ഡിഗ്രി. അപ്പോൾ നമ്മൾ 75 ഡിഗ്രിയാണ് ഇനി സർക്കിളിലേക്ക് വരയ്ക്കാനായിട്ട് പോകുന്നത്. അതിനായിട്ട് ആദ്യം നമുക്കൊരു സർക്കിൾ വരയ്ക്കാം. സർക്കിൾ വരയ്ക്കാം. സർക്കിൾ വരച്ചു. ദെൻ ഒരു റേഡിയസ് അടയാളപ്പെടുത്തുക. റേഡിയസ് ആരം. റേഡിയസിൻ്റെ മലയാളം എന്താ? ആരം. ആരം അടയാളപ്പെടുത്തുക. സെൻറ്ററിൽ നിന്ന് 75 ഡിഗ്രി. 75 എന്ന് പറഞ്ഞാൽ 70ക്കും 80ക്കും ഇടയിലായിട്ട് വരും. 75 തീർന്നു മാർക്ക് ചെയ്യും. അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടി? 75 ഡിഗ്രിയാണ് കിട്ടിയത്. ഇവിടെ നമുക്ക് 75 ഡിഗ്രി എന്ന് എഴുതാം. ഇത് നമുക്ക് കളർ ചെയ്ത് കുറച്ചുകൂടി ഭംഗിയാക്കാം. ഓക്കെ, അപ്പോൾ ഇതുപോലെ വൃത്തം വരച്ച് അടയാളപ്പെടുത്തി കളറൊക്കെ ചെയ്ത് മനോഹരമാക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക്സ്.